ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേബിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രസ്സിന്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന സ്കേർട്ടും ടോപ്പും ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്ലൗസിന്റെ ബാക്കിൽ ഓപ്പൺ ആണ് വരുന്നത്. ഇതുപോലെ വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി ലൈനിങ് ഇവിടെ ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ എൽ സ്കെയിൽ വെച്ച് മേളിലൊന്ന് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ബ്ലൗസിന്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 8 ഇഞ്ചാണ് വരുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ആ മേളിലെ സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് ഫ്രണ്ടും ബാക്കും ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മേളിൽ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ആയിട്ട് തന്നിട്ടുള്ള 7 ഇഞ്ചാണ്. 7ന്റെ ഹാഫ് ആയിട്ടുള്ള 3.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴേക്കും ആം റൗണ്ട് ആയിട്ട് 3.5 ഇഞ്ച് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇനി ചെസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ചെസ്റ്റ് വരുന്നത് 19 ഇഞ്ചാണ്. 19 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.75 കിട്ടും. അതിന്റെ കൂടെ 0.5 ഇഞ്ച് ലൂസും 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ട് 6.25 ആണ് കിട്ടുന്നത്. ഇവിടെ 7.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. കുറച്ച് കൂട്ടി എടുക്കുന്നതാണ് കേട്ടോ. വേസ്റ്റ് റൗണ്ട് എടുത്തു കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് 19 ഇഞ്ച് തന്നെയാണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ലൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ 6.25 ആണ് കിട്ടുന്നത്. ഞാൻ അതിനെ റൗണ്ട് ചെയ്തിട്ട് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആം റൗണ്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ബേബിയുടെ ആം റൗണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. മേലെ ഹാഫ് ഇഞ്ചും താഴത്തെ സീം അലവൻസും കൂടി മൈനസ് ചെയ്തിട്ട് ബാലൻസ് ആണ് നോക്കേണ്ടത്. ഇവിടെ 9 ഇഞ്ചാണ് വരുന്നത്. ഞാൻ മെഷർ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്കും കൂടി വരച്ചിട്ട് അതും കൂടി കട്ട് ചെയ്യാം കേട്ടോ. നെക്കിന്റെ ലെങ്ത് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തു കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. നെക്കിന്റെ വിഡ്ത്ത് ആയിട്ട് 2 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് സ്ക്വയർ നെക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കും ഫ്രണ്ടും സ്ക്വയർ ആണ് വരയ്ക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും 2 ഇഞ്ച് വിഡ്ത്തും ആണ് കൊടുക്കുന്നത്. ഇനി ഇത് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ആ ഒരു സിങ്സാങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കട്ടിങ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൽ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് സെന്റർ പോർഷന് ഒരു 1 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ചും കൂടി എക്സ്ട്രാ വരും ഒരു ഭാഗത്ത്. അതായത് ഇപ്പൊ നമ്മൾ 1 ഇഞ്ചാ കൊടുക്കുന്നെങ്കിൽ നമുക്കിവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ 2 ഇഞ്ചും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരുന്ന ഹാഫ് ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 3 ഇഞ്ച് മൊത്തത്തിൽ ഗ്യാപ്പ് വരും കേട്ടോ. അപ്പൊ അത്രയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കിനി മെയിൻ ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കും ഫ്രണ്ടും ഇതേപോലെ നമുക്ക് സെയിം ആയിട്ട് ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത്രയാണ് ബ്ലൗസിന്റെ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്യാം. സ്കേർട്ടിന് വേണ്ടി 1.5 മീറ്റർ ക്ലോത്ത് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇത് ആദ്യം തന്നെ ഇത് ഫുൾ ആയിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഈ ഒരു സെയിം ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഞാൻ ഇതുണ്ട് ഇതിനകത്ത് മടക്കുന്ന പോലെ മടക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇതുണ്ട് ലെങ്ത്ത് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ ഇത് ഒരു ഭാഗം ഫ്രണ്ടിലേക്കും ഒരു ഭാഗം ബാക്കിലേക്കും എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ 1.5 മീറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് മെറ്റീരിയൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കിട്ടുന്നതുകൊണ്ടാണ് ഇവിടെ 1.5 മീറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് താഴേക്ക് നമുക്കിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കിട്ടുക. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ബേബിയുടെ സ്കേർട്ടിന്റെ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 22 44 ഇഞ്ച് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുണ്ട് ആദ്യം തന്നെ ഇതിങ്ങനെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തിട്ട് താഴേക്കും കൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ നമുക്ക് ടേബിളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് താഴേക്ക് ലെങ്ത് കട്ട് ചെയ്യുക, പിന്നെ താഴേന്ന് മേളിലേക്കും കട്ട് ചെയ്യുക. അപ്പൊ സെന്ററിൽ നമുക്കൊരു പടി വെക്കാനുള്ള പീസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ എന്തായാലും താഴേന്ന് ഇങ്ങോട്ട് വേണം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ടേബിളിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇവിടെ സ്കേർട്ടിന്റെ ലെങ്ത് വരുന്നത് 22 ഇഞ്ചാണ്. അതിൽ നിന്ന് നമുക്ക് ആദ്യം പടി മൈനസ് ചെയ്യണം. ഇവിടെ പടിയായിട്ട് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 22 എന്ന് ആദ്യം 1 ഇഞ്ച് മൈനസ് ചെയ്യുക. എന്നിട്ട് ഈ സ്കേർട്ടിനെ നമുക്ക് അര അടിക്കാൻ വേണ്ടിയിട്ട് 0.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 21.5 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 21.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കേർട്ടിന്റെ ഒരു പോർഷൻ നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ താഴേക്ക് വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ താഴേക്ക് ഈ കസവ് വരുന്ന ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് മേളിൽ നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാലൻസ് ചെറിയൊരു പീസാണ് വന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് പടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ലെങ്ത് ഉള്ള തുണിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവിടെ പടി വെക്കാനുള്ള ക്ലോത്ത് ഒക്കെ കിട്ടും കേട്ടോ. ഇതുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കുമാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഞാനിവിടെ 1.25 മീറ്റർ എന്തോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം നമ്മൾ ഈ സ്കേർട്ടിന്റെ മെറ്റീരിയൽ ചെയ്ത പോലെ തന്നെ ഇതുണ്ട് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിന് 21 ഇഞ്ചാണ് ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിനി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ 1.5 ഇഞ്ച് ഞാൻ സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ക്ലോത്തിന്റെ സൈഡ്
സൈഡ് വശം ആയതുകൊണ്ട് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഇത് കണ്ടോ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിന്നൂത്തി വെക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പ്ലീറ്റ്സിന്റെ വിഡ്ത്തായിട്ട് 0.75 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്, അതായത് 3/4 ഇഞ്ചാണ്. ഈ ബേബിയുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 19 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 20 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഈ 20 ഇഞ്ചിനെ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് 10 ഇഞ്ചാണ് വരേണ്ടത്. അപ്പൊ ഈ 10 ഇഞ്ചാണ് നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത് കേട്ടോ. ഈ സ്കേർട്ടിന്റെ പ്ലീറ്റ്സിന്റെ വിഡ്ത്തായിട്ട് 0.75 ഇഞ്ചും ഉള്ളിലേക്ക് പോകുന്നത് 4.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. എനിക്ക് ഇങ്ങനെ കൊടുത്തപ്പോൾ കറക്റ്റ് 10 ഇഞ്ച് കിട്ടിയിട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു മെഷർമെന്റ് ആണെങ്കിൽ ഇത് തന്നെ കൊടുത്താൽ മതി. അപ്പൊ ഇതാ ഞാൻ ഇത് ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. സൈഡിൽ രണ്ടും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അവിടെ നമ്മൾ സീം അലവൻസ് ആണ്, ബാലൻസ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് കിട്ടുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇതുണ്ടോ എനിക്ക് ഇവിടെ 10 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 10ഉം കൂടി വരുമ്പോൾ 20 ഇഞ്ച് ടോട്ടൽ കിട്ടും. സൈഡിൽ 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് വേണം ബാലൻസ് മെഷർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്ത ഭാഗത്ത് നമുക്കൊരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ ഞാനിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും ഇതേപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കണം, 10 ഇഞ്ചിലേക്ക് വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 2 ലൈനിങ്ങും ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഒന്ന് കറക്റ്റായിട്ട് ആ പ്ലീറ്റ്സ് ഒക്കെ അങ്ങനെ വരുന്ന രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതുണ്ടോ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മെയിൻ ക്ലോത്തിന്റെ റോങ് സൈഡിൽ ഈ ലൈനിങ്ങും കൂടി വെച്ച് കൊടുത്തിട്ട് അരേന്റെ ഭാഗം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരേന്റെ ഭാഗം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും സെയിം പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ലൈനിങ്ങിന്റെ അടിഭാഗം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 ഭാഗത്തിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. മേള് മുതൽ താഴെ വരെ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തെല്ലാം ഒരുമിച്ച് വെച്ചിട്ട് താഴെ വരെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പടി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 3 ഇഞ്ചിൻ്റെ പടിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് 1 ഇഞ്ചിൻ്റെ പടിയാണ് വേണ്ടത്. അപ്പോൾ സീം അലവൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് 3 ഇഞ്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിന് ലൈനിങ്ങും മെയിൻ ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പടിയായിട്ട് കസവാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ലൈനിങ്ങുമായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതാണ്. ഇവിടെ ബേബിയുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും പിന്നെ 2 ഇഞ്ച് ഞാൻ ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 23 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം 2 നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ. എന്നിട്ട് ഇതൊന്ന് കുത്തി തിരിച്ചു കൊടുക്കണം. ഇങ്ങനെയാണ് വരുന്നത്. ഇതേപോലെ തന്നെ 2 വശവും ചെയ്തെടുക്കണേ. ഇനി അടുത്തായിട്ട് ഈ സ്കേർട്ടിന്റെ 2 നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ഇടുന്ന സമയത്ത് മേളിൽ ഒരു 2.5 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സൈഡിൽ ഒരു സ്ലിറ്റ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് 2.5 ഇഞ്ച് വിട്ടിട്ട് ബാലൻസ് 1/2 ഇഞ്ചിൽ താഴെ വരെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലിറ്റൊക്കെ അടിക്കുമല്ലോ, അതേപോലെയാണ് 1/4 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ സ്ക്വയർ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പുറവശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ ആ സ്ലിറ്റും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്കേർട്ടിൻ്റെ റോങ് സൈഡ് എടുക്കുക. എന്നിട്ട് ഈ പടിയുടെ അറ്റം നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കുക. അതുണ്ടോ റോങ് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇതാ കറക്റ്റ് ആ ഒരു എൻഡ് പോർഷനിൽ നമ്മൾ ഈ രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റോങ് സൈഡിലാണ് വെക്കേണ്ടത്. പടിയുടെ നല്ല വശമാണ് കേട്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വശത്തേക്കൊന്ന് സ്കേർട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പടി 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സീം അലവൻസ് എല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് കണ്ടോ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ ഈ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ്. ഇത് കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ ഹുക്ക് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തത് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഷോൾഡറും നെക്കും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിൽ കൂടെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കുത്തി തിരിച്ചെടുക്കാം. ജസ്റ്റ് ഫിംഗർ ഇട്ടിട്ട് ഇതൊന്ന് കുത്തി തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറും പിന്നെ താഴ്ഭാഗവും നമുക്കൊന്ന് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. മെയിൻ ക്ലോത്തിന് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെയും നെക്കിൻ്റെ അവിടെയും 1/2 ഇഞ്ച് നമുക്കിനി ഞാൻ ഈ വരയ്ക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ അവിടെ താഴെയായിട്ട് നമുക്ക് കുറച്ച് മാർക്കിങ്ങും കൂടി ഉണ്ട്. നമ്മൾ ഉള്ളിൽ വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേളിൽ ആദ്യം ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്ര വിട്ടിലാണോ നിങ്ങൾക്ക് ആ ഒരു വള്ളിയുടെ സാധനം ചെയ്യേണ്ടത് അതിനനുസരിച്ച് ഇവിടെ വിട്ടിട്ട് കൊടുക്കണം. ഞാനിവിടെ 1.5 ഇഞ്ചിലാണ് കേട്ടോ അകലം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ട് 4 മാർക്കിങ്സ് കൊടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് ഒരു 1 ഇഞ്ച് വിടണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇപ്പുറവശത്തും ചെയ്തെടുക്കണം കേട്ടോ. ഇനി ആ വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് പീസുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെക്കണം. ഇത് എന്നിട്ട് ഓരോന്നായിട്ട് ഉള്ളിൽ വെച്ച് കൊടുക്കണം. നെക്കിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് താഴെ എത്തുന്ന സമയത്ത് ഇതുണ്ടോ ഇതിങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. സെയിം പോലെ തന്നെ 2 വശത്തും ചെയ്തെടുക്കണം.
ഇത് ഇവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയും ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുത്തി തിരിച്ച് നോക്കാം. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ എൻഡ് പോർഷനും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ചിൽ ഞാനിവിടെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് ആണ്. ആദ്യം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ മറ്റേ വശത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെയും ഒരു പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുണ്ടാവും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻഡ് പോർഷൻ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ ബ്ലൗസിൻ്റെ എൻഡ് പോർഷൻ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതുണ്ടോ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിൽ കെട്ടാനുള്ള ഒരു വള്ളിയും കൂടെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി വള്ളി അടിക്കുന്ന പോലെ തന്നെയാണ്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴെ വരെ മാക്സിമം തിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കുത്തി തിരിച്ചും കൂടി എടുക്കാം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഈ വള്ളി ഓരോന്ന് ഇടവിട്ടിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ വള്ളിയുടെ അറ്റത്ത് നമുക്ക് 2 ഹാങ്ങിങ്സും കൂടി ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സ്ക്വയർ പീസ് ആയിട്ട് 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയർ പീസ് ഇങ്ങനെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കിയിട്ട് ഈ വള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ മേളിൽ നിന്ന് താഴെ വരെ നമുക്ക് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു വള്ളിയിൽ തന്നെ 2 എണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ കട്ടിങ് വരുന്നത്. നമുക്കിനി സ്കേർട്ടും ബ്ലൗസും കൂടി ഒന്ന് വെച്ച് നോക്കാം. ഇത് കണ്ടോ, സ്കേർട്ട് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് അരയിൽ ആ ഹുക്കും കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ബ്ലൗസ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. ഇനി എന്താണ് അടുത്ത വീഡിയോ ഇടേണ്ടതെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.